ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജനസഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരു നോമ്പുകാലം കൂടെ നാം പിന്നിടുകയാണ്. ഈ നോമ്പുകാലത്തിൽ നാം അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മങ്ങളൊക്കെയും ആത്മീക ബലം ആർജിച്ചെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഈ ലഭിക്കുന്ന ആത്മബലമാണ് ഈ ഒരു വർഷം ജീവിക്കുന്നതിനാവശ്യമായ പ്രേരക ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നത്. അത് പ്രാപിച്ചെടുക്കുന്നതിനായി നാം അനുവർത്തിക്കേണ്ട ചില സംഗതികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, നാം യഹോവയെ കാത്തിരിക്കുന്നവരാകുക. ഒരിക്കലും ഈ കാത്തിരിപ്പ് നിഷ്ഫലമായി പോകുകയില്ല. പിന്നെയോ, യഹോവയിലുള്ള പൂർണ്ണ ആശ്രയവും പൂർണ്ണ വിശ്വാസത്തിലും നാം നിലനിൽക്കുമ്പോൾ അത് നമ്മളെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. അങ്ങനെയെങ്കിൽ ആ പൂർണ്ണ ആശ്രയത്തോടെ നാം നിലനിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നമുക്ക് പകരുകയും നമ്മുടെ ജീവിതത്തിൽ നാം ആ കാത്തിരിപ്പ് തുടരുമ്പോൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സമയം വരെ നാം കാത്തിരിക്കുന്നവരായിരിക്കണം. രണ്ടാമതായിട്ട്, നാം ശക്തിയെ പുതുക്കണം. നാം നമ്മുടെ ശക്തിയിൽ തന്നെ ആശ്രയിക്കുമ്പോൾ നാം തളർന്നു പോകും. പലപ്പോഴും നാം വീഴുന്ന അവസ്ഥയിലേക്ക് പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം പുതിയ ശക്തി നമ്മൾക്ക് പകരുകയും ആ പുതുജീവനിലൂടെ നമ്മൾ നിലനിൽക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട്, കഴുകനെ പോലെ ഉയരുക. കഴുകൻ കൊടുങ്കാറ്റിൽ ഭയപ്പെടാതെ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് മുകളിലേക്ക് ഉയരുന്നത് പോലെ വിശ്വാസികൾക്ക് പരീക്ഷണങ്ങളുടെ മുൻപിൽ പതറാതെ മുകളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. അതിന് ഈ ആത്മബലം അത്യാവശ്യമാണ്. നാലാമതായിട്ട്, തളരാതെ മുന്നേറുക. പരീക്ഷണങ്ങളും ആകുലതകളും വരുമ്പോൾ നാം പതകച്ചു നിൽക്കാതെ മുന്നോട്ട് പോകുന്നവരായി തീരുക. അങ്ങനെയെങ്കിൽ പൂർണ്ണതയിലെത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ നോമ്പിന്റെ കാലയളവിൽ ദൈവത്തിൽ നിന്നുള്ള ശക്തി ആർജിച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.